എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റ് 33 പോയിൻ്റ് നിഫ്റ്റി, 95 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റി. ഈ രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇന്നലെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിനുള്ളിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,377, 25,378 പ്ലസ് 34, 25,412. 25,412 എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടിയാലും 25,416. അപ്പോൾ 416 മുട്ടിയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. 25,416, 25,435, 25,465. ബോട്ടം സൈഡിലുള്ളത് 25,367, 25,342, 25,289, 25,257. അപ്പോൾ നിലവിൽ 50 മിനിറ്റ്സിൻ്റെ RSI ഹാഫ് പോർഷനിലാണ് ക്രോസ് ഓവർ ആയിരിക്കണം. അത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇവിടെ നിന്ന് ക്രോസ് ഓവർ, അടുത്ത ക്രോസ് ഓവർ ഉടനെ ഒരു വള്ളിക്കെട്ട് വന്നിട്ട് നേരെ മുകളിലോട്ടൊക്കെ പോയേക്കാം. മെജോറിറ്റി RSI താഴത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം 50 മിനിറ്റ്സ് 5 മിനിറ്റ് ഓൾറെഡി ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്, മുകളിലോട്ട് കയറിയിട്ടില്ല. അതേപോലെ 50 മിനിറ്റ്സ് ടോപ്പിൽ നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 30 മിനിറ്റ് RSI മുകളിലോട്ട് കയറാൻ നിൽക്കുകയാണ്. 50 മിനിറ്റ്സ് 30 മിനിറ്റ് RSI മുകളിലോട്ട് കയറാൻ നിൽക്കുന്നു. 1 അവർ RSI ഹാഫ് പോർഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണം ഹാഫ് പോർഷനിലും ഒരെണ്ണം ഹാഫ് പോർഷനിലും ബാക്കിയൊക്കെ അപ്പർ സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 25,394 ബ്രേക്ക് ചെയ്തിട്ട് ഡൗൺ ആയാൽ
25,386 എന്നുള്ളൊരു ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്ലൂ ലൈൻ അതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ പീനെ പറ്റി ആലോചിച്ചാൽ മതി. മെജോറിറ്റി ഒരു 3 ടൈം ഫ്രെയിം അപ്പർ സൈഡിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. സി സൈഡിലേക്ക് കയറിയിട്ടില്ല. സി സൈഡിലേക്ക് കൺവേർട്ടായി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലൂ ലൈനിൻ്റെ താഴത്തോട്ട് വന്നാൽ മാത്രം ഡൗണിനെ പറ്റി എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അതായത് 25,386 ഏകദേശം. അതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അല്ലാത്ത പക്ഷം മാർക്കറ്റ് സി സൈഡ് ആയിരിക്കും. നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സി സൈഡ് 171, 25,300 സി നോക്കാമെന്ന്. 25,300 സി നോക്കാം. പി വന്നിട്ട് 226, 25,600 പി നോക്കാം. അപ്പോൾ 171 നിൽക്കുന്നത്. 182 കൺസോൾട്ടേഷൻ സോണാണ്. കൺസോൾട്ടേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 182 താഴെ ക്ലോസ് ആയാൽ മാത്രം നമുക്ക് ഡൗൺ സൈഡിനെ പറ്റി ആലോചിക്കാം. അതർവൈസ് ഇവിടെ RSI ഒരു മടക്ക് സീൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 200, 220 ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന ടാർഗറ്റുകൾ. 200 പിന്നെ 220. പിയിൽ അപ്പോൾ മാർക്കറ്റ് നേരെ വരുന്നത് 217 കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. നമ്മൾ പിയുടെ ഏറ്റവും 2 സപ്പോർട്ട് ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന് 205, ഒന്ന് 197. അപ്പോൾ സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം, ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തേക്കണം. ഏതൊക്കെയാണ് 25,300 സിയും 25,600 പിയും. അപ്പോൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് 205 ആണ് പിയുടേത്. സെക്കൻഡ് സപ്പോർട്ട് 197 ആണ്. അപ്പോൾ എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഇതിന് താഴെ എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാലും, പിക്ക് താഴെ എവിടെ നിന്ന് റിവേഴ്സ് ആയാലും ടാർഗറ്റ് 197, 205, 217, 229, 239, 255 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഇപ്പോൾ സമയം 9:13 നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:14 ആയിട്ടുണ്ട്. ഇപ്പോൾ പിയിലാണ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. 235 ബ്രേക്ക് ചെയ്താൽ 239 മൂവ്മെൻ്റ് ആയിരിക്കും പിയിൽ വരാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. ഈ ക്രോസ് ഓവർ നമുക്ക് എങ്ങോട്ടാവണം, റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്കൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സിയിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ പിയിലാണ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSI ക്രോസ് ഓവർ ആണ വരെ പിയിലായിരിക്കും മൂവ്മെൻറ്റ്. ഇപ്പോൾ 240 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ സോണിൽ നിന്നാണ് പി മൂവ് ചെയ്ത് മുകളിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ 160 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ സി ഡൗൺ ആണ്. പി 240 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 239, 241. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 245 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ പിയുടെ ഹൈ
241 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് 245 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ 160 താഴത്തോട്ട് വന്നാലും വിക്കാണോ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ക്രോസ് ഓവറിൻ്റെ കൺഫർമേഷൻ ഒന്നും സിയിൽ കിട്ടിയിട്ടില്ല. മടക്ക് വന്ന് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. 245 245 വരെ അത് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇനി 245 ബ്രേക്ക് ചെയ്താൽ 250 അടുത്ത മൂവ്മെൻറ്റ് പിയിൽ പോകുന്നത്. ഒരു ക്രോസ് ഓവർ സിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അത് ഏകദേശം ഒരു 165 ബ്രേക്ക് ചെയ്താൽ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അല്ലാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണ്ട. അല്ലെ പിന്നെ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 158 3 പോയിൻ്റൊക്കെ റിസ്ക് എടുക്കണമെങ്കിൽ സിയിൽ റിസ്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 3 പോയിൻ്റ് റിസ്ക് എടുത്തുകൊണ്ട് നമുക്ക് സിയിൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 5 മാക്സിമം. അപ്പം അങ്ങനെ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ 245 നിന്ന് 250 വരെ നമുക്കത് തിരിച്ചു പിടിക്കാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടുകൊണ്ട് സിയിൽ ഈ 160 എന്നുള്ള സപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 170 182 ഭാഗത്തേക്കായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഒരു വിക്കൊക്കെ അടിച്ചിട്ടായിരിക്കും തിരിച്ച് കയറി പോകുന്നത്. അപ്പോൾ അത് റിസ്ക്കിയാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് പിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സി എടുത്തിട്ട് കാര്യമുള്ളൂ. $156 $155 മതി നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ആ 186 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രം ഒരു 150 ഫാളാവും. അപ്പോൾ ഇവിടെ നിന്ന് ഫാളായാൽ നമുക്കിവിടെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇവിടെ ഒരു 250 മിച്ചം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നൊരു ഡൗൺ വന്നാലും 150 ഡൗൺ ആവും. അതായത് 156 നിന്ന് 150 6 പോയിൻ്റ് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്കിവിടെ 245 നിന്ന് 250 255 വരെ കിട്ടും. കാരണം ഇപ്പോഴും റെഡിലേക്ക് കയറിയിട്ടില്ല. ഇത് ഫസ്റ്റ് റിസ്കി അറ്റംപ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ റെഡിലേക്ക് കയറുമ്പോഴേ നമുക്ക് സിയിൽ മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു റിസ്കി എൻട്രിയാണ്. കയറിപ്പോയാൽ അങ്ങ് കയറിപ്പോവും. ഇല്ലെങ്കിൽ ഇത് ഡൗൺ ആയാൽ ഇവിടെ 250 255 ഭാഗത്തേക്ക് പി മൂവ് ചെയ്യും. കാരണം അവിടെ മിച്ചം ഇട്ടിട്ടുണ്ട്. 250 255 ടച്ച് ചെയ്യാനായിട്ടുള്ള മിച്ചം ഇട്ടിട്ടുണ്ട്. ഇരുന്നൂറ്റി 251 52 ലെഫ്റ്റ് സൈഡിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് 150 വരെ വരേണ്ട സാധനമാണ്. അങ്ങ് എത്തിയിട്ടില്ല. അപ്പോൾ അപ്പുറത്തത് 255 എന്നുള്ളത് ഒരു 254 വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അവിടെ നമ്മൾ നടത്തി അത് ഫെയിലായി പോയി കഴിഞ്ഞാൽ ആ ലോസ് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെജോറിറ്റി ആയിട്ടുള്ള ഈ ചാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് 255 ടച്ച് ചെയ്തു. കുറച്ചും കൂടെ ഒന്ന് പി മുകളിലോട്ടൊന്ന് പോകാനുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം 15 മിനിറ്റ്സിൽ 25,400 എന്നുള്ളത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. ഇവിടെ SMA ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സിയിലേക്ക് എന്തായാലും കുറച്ച് മൂവ്മെൻറ്റ് കിട്ടും.
പിന്നെ രണ്ട് മെത്തേഡിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിലെ പോലെ സി ഹോൾഡ് ചെയ്തുകൊണ്ട് പിയിൽ പ്രോഫിറ്റ് എടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് വന്ന് നിൽക്കും. രണ്ടും കണക്കാണ്. സി ക്വിറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പി എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സി ഹോൾഡ് ചെയ്തുകൊണ്ട് പി എടുത്താലും രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. രണ്ടിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവ്മെൻ്റ് ഒന്ന് തന്നെയാണ്. നമ്മൾ റിസ്ക് എൻട്രി എടുത്താലും എടുക്കേണ്ട സ്ഥലത്ത് റിസ്ക് എൻട്രി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ലോസ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഫണ്ട് എപ്പോഴും അക്കൗണ്ടിൽ വേണം. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 150 ഭാഗത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചാണ്. 151, 150 ഭാഗത്തേക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് 160 കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രീൻ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ 150 റിസ്കി എൻട്രി ആണ്. ആ 150 നിന്ന് സപ്പോർട്ട് എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റോ അര പോയിൻ്റോ ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് താത്തി വെക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ലോവർ വിക്ക് സിയുടേത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 15 മിനിറ്റ്സിൽ 25,400 ഫ്യൂച്ചർ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവിടെയും ഒരു റിസ്ക് തന്നെയാണ്. ഒരു പോയിൻ്റൊക്കെയാണ് 150-ലാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അത് കയറിപ്പോയി കഴിഞ്ഞാൽ 160 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി 165, 171, 182 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണേ. കാരണം ഇവിടെ ഒരു റെഡിലേക്ക് ഒന്ന് കയറിയാലാണ് നമുക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കണേ? ഒരൊറ്റ വിക്ക് 255 ബ്രേക്ക് ചെയ്താൽ 258 ഒരു വിക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ പി 255 ബ്രേക്ക് ചെയ്താൽ 58 മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി അതവിടെ നിൽക്കട്ടെ. അതല്ലാത്ത പക്ഷം നമ്മൾ സെക്കൻഡ് ചാൻസ് സിയിൽ ഈ പറഞ്ഞ പോലെ 150-ലോ 151-ലോ നോക്കിയാലും ഒരു പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. RSI നമുക്ക് അനുകൂലമായിട്ട് കയറുന്നതിൻ്റെ ഒപ്പം സ്ട്രൈക്കും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 160, 165, 171, 182 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ അതും പൊക്കോട്ടെ, നമുക്ക് വിഷയമില്ല. നമുക്ക് 255 മുതൽ 258 വരെയുള്ള 3 പോയിൻ്റ് കിട്ടിയാലും നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം സിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് സിയുടെ ക്യാൻഡിൽ പറഞ്ഞു വെച്ചിട്ട് പോയത്. കൺഫേം മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 160 ബ്രേക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇപ്പുറത്തവൻ 258 എന്നുള്ളത് 260-ലേക്ക് പോകും. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മിനിറ്റിൻ്റെ. $56 വരെ പോയിട്ടുള്ളൂ. സിയിലേക്ക് എന്തായാലും മൂവ്മെൻറ്റ് എന്തായാലും വരും. നമ്മളത് 170, 182 വരെ പിടിക്കും. പിന്നെ മെജോറിറ്റി എങ്ങനെ ലോസ് വരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 255 ബ്രേക്ക് ചെയ്ത് ഒരു പോയിൻ്റേ പോയിട്ടുള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് സിയിലേക്ക് തന്നെയാണ്. പക്ഷേ പിയിൽ ഇപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസാണ് നമ്മൾ പിയിൽ പിടിക്കാനായിട്ട് നോക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റോപ്പ് ലോസും കഴിഞ്ഞിട്ട് ആ പിയിൽ മാക്സിമം പോയിൻറ്റും കൂടെ കിട്ടട്ടെ എന്നുള്ളൊരു തീരുമാനം വരുമ്പോഴാണ് പിന്നെയും നമ്മൾ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 265, 260 ഓൾറെഡി എക്സ്പാൻഷൻ ചെയ്ത് കിടപ്പുണ്ട്. $258, 259, 260
ഒരു ലെവൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു 260 എന്നുള്ള ലെവൽ നമ്മൾ ഏകദേശം ഈ ടിപ്പാണ് വരച്ചു വെച്ചത്. ആ ടിപ്പിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ 2 അറ്റംപ്റ്റ് നടത്തി, 160 നടത്തി, അത് ഫെയിലായി. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് തിരിച്ചു പിടിച്ചു. ദെൻ അടുത്തൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും അതും സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ തിരിച്ചു പിടിച്ചു. അപ്പോൾ അത് അടുത്ത മൂവ്മെൻറ്റ് 150 എന്നുള്ള, ഇപ്പം 153 എന്നുള്ള മൂവ്മെൻറ്റ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് സി ഹോൾഡ് ചെയ്യും. എന്തൊക്കെയായാലും നമ്മൾ എടുത്തിട്ട് സി ഹോൾഡ് ചെയ്ത് അപ്പോൾ അതിൽ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് പിയിൽ പ്രോഫിറ്റ് എടുക്കാം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സി സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് പിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് അത് ഓൾമോസ്റ്റ് ഒരു 165 168 ഒക്കെ നമുക്ക് എന്തായാലും എത്തിക്കണം. കാരണം RSI സിയിലേക്ക് 2 മിനിറ്റിൽ അനുകൂലമായിട്ട് ഏത് നിമിഷവും കയറാം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നോ അവിടെയൊക്കെ സി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. $160 അറ്റംപ്റ്റ് നടത്തി, അത് ഫെയിലായി. പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് തിരിച്ചു പിടിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി, അതിലും 1-2 പോയിൻ്റ് പൊക്കോട്ടെ, അതും 255 മുതൽ 60 വരെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ അറ്റംപ്റ്റ് നമുക്കിവിടെ നടത്തി, 151 നടത്തി, അതിപ്പോൾ 156 നിൽക്കുന്നത്. അതും വേണമെങ്കിൽ 1-2 പോയിൻ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. ഈ മൂന്നാമത്തെ അറ്റംപ്റ്റ് സക്സസ് ആയി പോയാൽ 160 കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 165 168 നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഈ റെഡിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ടെൻഷൻ ഇല്ലാതിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിലാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. $160 ഒന്ന് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഈസി ആയിട്ട് മുകളിലോട്ട് പോകുള്ളൂ. ഇതിൽ പ്രീവിയസ് ക്യാൻഡലിൽ 158.85 വരെ വന്നിട്ടുള്ളൂ. RSI 5 മിനിറ്റിൽ പി സൈഡാണ് കേട്ടോ. RSI 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തോട്ട് പിയിലേക്കാണ് നിൽക്കുന്നത്. അതേപോലെ 30 മിനിറ്റിലും പിയിലേക്ക് തന്നെയാണ് റീഡൈവർജൻസ് ആയി വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മാർക്കറ്റിന് എഗെയിൻസ്റ്റാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ എഗെയിൻസ്റ്റ് കുറച്ച് പോയിൻ്റ് കിട്ടാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് ഡൈവർജൻസ് ആവുകയാണെങ്കിൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ അതായത് ഒഴുക്കിനെതിരെയാണ് നീന്തിക്കൊണ്ടിരിക്കണേ സിയിൽ. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഒക്കെ മാക്സിമം ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. $258 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. $258 $260 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. ആ 260 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് 280 ഭാഗത്തേക്കായിരിക്കും. 280 287 ഭാഗത്തേക്കായിരിക്കും. അതിനുമുമ്പ് നമ്മൾ എന്തുകൊണ്ട് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് തന്നെ.
കാരണം പിയിലേക്കാണ് ഓവറോൾ മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ഈ പിയിൽ നമ്മളിപ്പോൾ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്താൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് 234 240 ഭാഗത്തേക്ക് ഫാള് വരാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പിയിൽ 238ലേക്കോ 234ലേക്കോ ഒരു ഫാള് വലുത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ആ താഴത്തോട്ടുള്ള ഫാള് നമ്മൾ സിയിൽ പ്രോഫിറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് തൽക്കാലം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. $159 160 162 62 ഏകദേശം 238ലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ പിയിലേക്കാണെങ്കിൽ എന്തുകൊണ്ട് എഗെയിൻസ്റ്റ് ട്രേഡ് എടുത്തു എന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു ഫുൾഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 അറ്റംപ്റ്റ് നടത്തിയത് സിയിൽ. 2 ഫെയിലായി, മൂന്നാമത്തത് ഈസി ആയിട്ട് സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ ഫെയിലായതിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രോഫിറ്റ് തിരിച്ചു പിടിക്കാനുള്ള വകയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സിയിലേക്ക് മാർക്കറ്റിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ ട്രേഡ് കോൺസെൻട്രേഷൻ ചെയ്തത്. ഇനി 162 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 65ലേക്കൊരു 3 പോയിൻ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് എടുക്കാനായിട്ട് ഇവിടെ 234 എന്നുള്ളൊരു ലെവൽ കൂടെ ഉണ്ട്. അതും കൂടെ ഫുൾഫിൽ ആവാതെ അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വരാതെ നമുക്കിനി പിയിലേക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ഞാനതത്ര കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ആ ഗ്രീൻ ക്യാൻഡിൽ. കാരണം സിയിൽ SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒന്നും കൂടി ഈ ഭാഗത്ത് തന്നെ നിന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും 162 മുതൽ 164 വരെ കിട്ടത്തുള്ളൂ. 235 താഴത്തോട്ട്. പിന്നെ റിസ്കി എൻട്രി പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അത്ര വലിയ കോൺഫിഡൻ്റ് അല്ല. എനിക്കൊരു 255 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സ്വസ്ഥമായിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 35 55 എന്ന് പറയുമ്പോൾ 20 പോയിൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ചാടിക്കയറി സിയിലൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, അല്ല പിയിൽ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ എൻട്രി എടുത്ത് മുകളിലോട്ട് പോകുന്നതിൻ്റെ അതേ സ്പീഡിൽ തിരിച്ച് താഴത്തോട്ട് വന്നുകൂടായില്ല. ഒരു ഗ്രീൻ, ഒരു റെഡ്, ഒരു ഗ്രീൻ, ഒരു റെഡ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളും. സപ്പോർട്ട് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. 236 235ലാണ് സപ്പോർട്ട് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ സിയിൽ SMA മുട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ റിസ്കി എൻട്രി 235 എടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ സിയിൽ അറ്റംപ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് 235 ഒക്കെ നമുക്ക് എൻട്രി എടുക്കാൻ പ്രശ്നങ്ങളില്ല. പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാനോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം തിരിച്ച് താഴത്തോട്ട് പി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വേണം നമുക്ക് പിയിൽ എൻട്രി എടുക്കാനായിട്ട്. ഗ്രീൻ കയറിപ്പോയ അതേ സ്പീഡിലാണ് ഗ്രീൻ നോക്കിയേ. അപ്പോൾ അവിടെ SMA യൂസ് ചെയ്തെടുത്തവരൊക്കെ ആരായി? മണ്ടന്മാരായി. നമുക്കതാ ഗ്രീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റെഡ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തില്ല. കാരണം നമുക്ക് RSI സിയിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു റിജക്ഷൻ വന്നു. എഗെയിൻ മൂവ്മെൻറ്റ് 163ലേക്ക് മുട്ടാനുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഗ്രീൻ വന്നപ്പോൾ ആരാണെങ്കിലും ചാടിക്കയറും. പക്ഷെ നമ്മൾ വലുതായിട്ട് ചാടിക്കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ കൂടുതൽ ലോസ് ഉണ്ടാവാനായിട്ടേ ചാൻസ് ഉള്ളൂ. അതാണ് എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റോ
ഒരു പോയിന്റോ നമ്മൾ കയറ്റി വെക്കണമെന്നും പറയുന്നതിൻ്റെ റീസണും ഡബിൾ ചാർട്ട്. ഇപ്പോൾ സിംഗിൾ ചാർട്ടിലാണ് ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടങ്ങൾ, ഇപ്പോൾ ഒരു വർഷം മുമ്പൊക്കെ സിംഗിൾ ചാർട്ടിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സിംഗിൾ ചാർട്ടിൽ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി, ഇവിടെ നിന്ന് ചാടി കയറി എൻട്രി എടുക്കും, മാർക്കറ്റ് മുകളിലോട്ട് പോകും, തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് ഇറങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ചാർട്ട് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ചാർട്ട് ഇട്ടിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഏകദേശം ഫേക്ക് ആയിട്ടുള്ള അപ്പും ഫേക്ക് ആയിട്ടുള്ള ഡമ്പൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. പിയിലേക്ക് ഇപ്പം മൂവ്മെൻറ്റ് കിട്ടില്ല എന്നും സിയിൽ കുറച്ചും കൂടെ വരാനുണ്ടെന്നും ഉള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ആ ഒരു ലെവലിലാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിവിടെ ചെന്ന് ഹിറ്റ് ചെയ്തു, താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് 152 നിന്ന് എടുത്താൽ 162 പിന്നെയും കിട്ടും. അത് അത്ര വലിയ കോൺഫിഡൻറ്റ് ലെവലിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ റീ എൻട്രി ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി എന്തായാലും മാർക്കറ്റിലൊരു ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവും. മൂന്നാമത്തെ അറ്റത്തിൽ 51, 10, 61, 10-12 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നമ്മളുടെ ഡെയിലി രീതി അനുസരിച്ചിട്ട് ഈ സമയത്ത് ഒരു 10-30 പോയിൻ്റൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും തൽക്കാലം ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ നിന്നൊരു ബിഗ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാൽ 162 ബ്രേക്ക് ചെയ്താൽ 165 വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സിയിൽ പിയിൽ നമുക്ക് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 242 ബ്രേക്ക് ചെയ്താൽ, 42 പോരാ, ഒരു 245 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മൂവ്മെൻ്റ് ഉള്ളൂ. പിയിൽ നമുക്കിനി ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 29 മിനിറ്റായി. നമ്മുടെ എൻട്രി വന്നിട്ട് 160 നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്തത്. 161 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 157 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കത് വേണ്ടാന്ന് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 182 ആയിരിക്കും. കാരണം 5 മിനിറ്റിൻ്റെ RSI ഫ്യൂച്ചർ ചാർട്ടിൽ സി സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 165 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പതുക്കെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് 182-85 വരെയൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സ്വസ്ഥമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 165 കൂടെ ബ്രേക്ക് ചെയ്യണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 2 മിനിറ്റിൻ്റെ RSI ഓൾറെഡി ടോപ്പർ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് താഴത്തോട്ട് വരുന്ന വരെ ഈ ഭാഗത്ത് തന്നെ ചേർന്നൊന്ന് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഞാൻ സിയിലേക്കാണ് കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി വന്നിടത്ത് വെച്ചിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു. അത് പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ 245 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 250 പിയിലെടുക്കും, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവിടെ റെഡ് വരുന്നു എന്ന് വെച്ചാൽ ഇവിടെ 2 മിനിറ്റിലൊരു മടക്ക് വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ SMA ചെന്നൊന്ന് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് വന്നതുകൊണ്ടാണ് അവിടെ ഡൗൺ വരുന്നത്. എന്നാലും കറങ്ങി തിരിഞ്ഞൊക്കെ സിയിൽ മൂവ്മെൻറ്റ് വരും. അതുവരെ സി നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിയിൽ 5 പോയിൻറ്റ് 245 ബ്രേക്ക് ചെയ്താൽ 250 ഭാഗത്തേക്കുള്ള 5 പോയിൻറ്റ് നമുക്ക് പിയിൽ പിടിക്കാം. കാരണം RSIയിൽ ഒരു ഡൈവർജൻസ് വരുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ RSI ഇവിടെ ഇത് ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വരുന്നത് വരെ ഈ ഭാഗത്ത് തന്നെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 മിനിറ്റിൻ്റെ ക്രോസ് ഓവറിൽ ബ്രേക്ക് ഔട്ട് 125 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടായിരിക്കും.
5 മിനിറ്റിൻ്റെ RSI റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സിയിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ. ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 165 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു ഈസി മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ RSI ഓൾറെഡി സി സൈഡിൽ ഒരു ഡൈവർജൻസ് വന്ന് നിൽക്കുന്ന കാരണമാണ് ചെറിയൊരു റെഡിഷ് വരുന്നത്. അതിവിടെ തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് കറങ്ങി വരുന്ന സമയത്ത് ബ്രേക്കൗട്ട് കിട്ടിയിട്ടാണെങ്കിൽ നമ്മളിന്ന് 182ലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ 5 മിനിറ്റിൻ്റെ RSI അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. നേരെ മറിച്ച് പിയിലാണെങ്കിലും നമ്മൾ എടുക്കായിക്കൊന്നുമില്ല. മിനിറ്റിലും RSI അപ്പർ സൈഡിലേക്ക് ഡൈവർജൻസ് ആയിട്ടായി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിൻ്റെ RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നതുകൊണ്ടാണ് ഇവിടെ റെഡ് വരുന്നത്. 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ നമുക്ക് വിടാം. 5 എന്നുള്ളത് 10 പോയിൻ്റ് ആവും. $250 ലെവലിലേക്കായിട്ടുണ്ട്. $250 ലെവലിലാണ് പി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാലും ആ സ്റ്റോപ്പ് ലോസ് അപ്പുറത്ത് ഈസി ആയിട്ട് തിരിച്ച് പിടിക്കാൻ പറ്റും. $251 ഇവിടെ ഒരു പിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇനി 255 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്തത് മാക്സിമം ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ 255 ആണ്. 255, 257, $245, 255. കാരണം പി ഇവിടെ ഡൈവർജൻസ് ആയതുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് വരുന്നത്. 262 വരെ അത് പോയിട്ടുണ്ട്. നമ്മളൊരു സി എടുത്തു വെച്ചു, 150 താഴത്തോട്ട് പോന്നു. നമ്മൾ എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് 245 ബ്രേക്ക് ചെയ്ത പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് നേരെ ബ്രേക്ക് ഔട്ടായി. കാരണം ഇവിടെ RSIയുടെ ഒരു മൂവ്മെൻറ്റ് ഡൈവർജൻസ് വന്നതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് അത് താഴത്തോട്ട് തിരിഞ്ഞത്. ഇനിയും നമുക്ക് അവസരമുണ്ട്. 260 ബ്രേക്ക് ചെയ്താൽ എഗെയിൻ നമുക്ക് സിയിലെടുക്കാം. നമ്മളുള്ള ഫണ്ട് മുഴുവൻ കൊണ്ട് സിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പിയിലെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയിരിക്കേണ്ടി വരുന്നതും അത് ഡൗണിലേക്ക് പോയി. ഇന്നെടുത്ത ട്രേഡുകളെല്ലാം ലോസ് റിക്കവറി ട്രേഡുകളാണ്. എല്ലാ ട്രേഡും സിയിലാണ് എടുത്തത്. എല്ലാ ട്രേഡും സിയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയല്ല ചെയ്തത്. ഇവിടെ മുകളിലേക്ക് എവിടം വരെ പോയിട്ടുണ്ട്, 265 വരെ പോയിട്ടുണ്ട്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 പോയിൻറ്റിൽ ലോക്ക് ചെയ്ത് വെക്കണം. 255ലേക്ക് ലോക്ക് ചെയ്ത് വെക്കണം. കാരണം നമുക്കിവിടെ 10 പോയിൻ്റാണ് പോയത്. നമ്മൾ 161 എടുത്തത്. 5 പോയിൻ്റ് ആദ്യം സ്റ്റോപ്പ് ലോസ് ഇട്ടു. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയി. സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 5 പോയിൻ്റ് അവിടെ പോയിട്ടുണ്ട്. ബട്ട് 245 മുതൽ മാർക്കറ്റ് നിൽക്കുന്നത് 260 15 പോയിൻ്റ് അപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുകയോ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിൽ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ അങ്ങ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോയ നഷ്ടം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ 260 ഇപ്പോൾ നിൽക്കുന്നത്. ഈ 260 താഴത്തോട്ട് വരാതിരുന്നാൽ
ഇത് 287 വരെ ഈ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 287 കൺസോൾട്ടേഷൻ സോണാണ്. 5 മിനിറ്റിൻ്റെ RSI അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ബട്ട് അത് റീക്രോസ് ഓവറായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതിലെ മൂവ്മെൻറ്റ് കിട്ടിയില്ല. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, സിയിൽ മൂവ്മെൻറ്റ് എടുക്കാം, ഒരു 182 വരെ ഈസി ആയിട്ട് മൂവ്മെൻറ്റ് എടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. പക്ഷേ നമ്മളവിടെ അറ്റംപ്റ്റ് ചെയ്തു 5 പോയിൻറ്റോ അല്ലെങ്കിൽ 10 പോയിൻറ്റോ. ഞാൻ 10 പോയിൻ്റാണ്, 150 ഉദ്ദേശിച്ചത്. ആ 150 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അത് ഹിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. പ്ലാൻ ബിയിൽ 245 ബ്രേക്ക് ചെയ്താൽ നമുക്ക് മൂവ്മെൻറ്റ് കൂട്ടിയെടുക്കാം, ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാം എന്നാണ് പറഞ്ഞത്. അത് 2 ക്യാൻഡിലിൽ 245 ബ്രേക്ക് ചെയ്ത് 263 പോയി നിൽക്കുന്നത്. അതൊരു 255 ലോക്ക് ചെയ്തിടുക. ആ മൂവ്മെൻറ്റ് മൂവ് ചെയ്ത് അങ്ങ് പൊക്കോട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ 287 വരെ അത് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം പി സൈഡിലേക്ക് വീണ്ടും RSI ക്രോസ് ഓവർ ആയതുകൊണ്ട് അത് പോണത്രയും പോട്ടെ. ഒന്നെങ്കിൽ പോയ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കിട്ടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് 287 വരെ പൊക്കോട്ടെ. നാൽപ്പത്തഞ്ച്, 55, 65, 71, 27 പോയിൻ്റ്. അപ്പോൾ 10 പോയിൻ്റ് പോയിട്ടുണ്ടെങ്കിലും ബാക്കി 10 പോയിൻ്റ് അഡീഷണൽ പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലാൻ ബി എന്തായാലും നമുക്ക് വേണം. കിട്ടിയ ഫണ്ട് മുഴുവൻ സിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ലോസ് നോക്കിയിരിക്കുന്നതിനും ബെറ്ററാണ് ലോട്ട് സൈസ് കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഇപ്പുറത്ത് അപ്ലൈ ചെയ്യാനുള്ളത് ഇട്ടേക്കണം. ഒരു ലോവിലാണ് നിൽക്കുന്നത്. സ്റ്റോപ്പ് ലോസ് പിയിലാണെങ്കിൽ കയറ്റി ഇട്ടേക്കണം. ഇവിടെ 1, 2, 3, 4 തവണ അറ്റംപ്റ്റ് ചെയ്ത ലെവലിലാണ് നിൽക്കുന്നത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലെ ലോവും കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാലാണ് മാർക്കറ്റ് റിവേഴ്സ് ആവത്തുള്ളൂ. കാരണം പ്രീവിയസ് ആയിട്ട് 1, 2, 3 ആ ഭാഗത്താണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഒരു ഇത്തിരി സ്ട്രഗിൾ പിടിച്ച ഏരിയ ആണ്. ഇവിടെ നിന്ന് 1 ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. സി താഴത്തോട്ട് പോരും, പി സ്ട്രഗിളിന് ശേഷം മുകളിലോട്ട് പോകും. ഇവിടെ നമ്മളൊന്ന് സെക്യൂറായിട്ട് നിൽക്കേണ്ട ഏരിയ ആണ്. ഇവിടെ RSI ഒരു 50% നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഡൈവർജൻസ് ആവുകയാണെങ്കിൽ മാത്രം 150 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ അഗൈൻ സിയിലേക്ക് നോക്കിയാൽ മതി. ഒന്ന് അലർട്ടായിട്ടിരുന്നാൽ മതി. ഇവിടെ പ്രീവിയസ് ആയിട്ട് എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, 13-ാം തീയതി തന്നെ വീണ്ടും 3 തവണ
കൺസോൾട്ടേഷൻ വന്ന ഏരിയയിലാണ് ബ്രേക്ക് ഔട്ടായിട്ട് നിൽക്കുന്നത്. ഇവിടെ 287 കൺസോൾട്ടേഷൻ സോൺ, പിയിൽ 287. അപ്പോൾ ഒരിത്തിരി പ്രയാസമാണ് 287 എത്തുക എന്നുള്ളത്. ഒരിത്തിരി ചടങ്ങ് പിടിച്ച കാര്യങ്ങളാണ്. കുറച്ച് കൂടുതൽ നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് 145 150 ബ്രേക്ക് ചെയ്താൽ നമുക്ക് എഗെയിൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതുവരെ ഈ RSIയിൽ പിയിലൊരു മടക്കോ ഒരു സിഗ്നൽ കിട്ടുന്നവരെ മാർക്കറ്റ് ഇപ്പോൾ തൽക്കാലം പി സൈഡിലാണ്. അപ്പം അത് രണ്ട് രീതിയിൽ ലോക്ക് ചെയ്യാം. ഒന്ന്, ഇപ്പുറത്ത് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിൽ ആ 10 പോയിൻ്റ് 145 10 155 ഒന്നെങ്കിൽ 155 ലോക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കിട്ടിയ പോയിൻ്റ് 273 വരെ നമ്മളൊന്ന് അലർട്ടാവാനായിട്ട് ഇരുന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എക്സിറ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇവിടെ എന്തായാലും ഒരു റിവേഴ്സ് ചെറുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര കൺസോൾട്ടേഷൻ 4 തവണ സപ്പോർട്ട് എടുത്ത സ്ഥലത്താണ് ഇപ്പോൾ സി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സിയിൽ നമ്മൾ ഏത് നിമിഷവും റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ മൂന്നാമത്തെ തവണയാണ് 5 മിനിറ്റ് ഡൈവർജൻസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെഡിലേക്ക് കയറിയിട്ടില്ല. ഒരു തവണ റെഡിലേക്ക് കയറിയത് കൊണ്ടാണ് നമ്മൾ 161 അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷെ അവിടെ നിന്ന് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് റീക്രോസ് ഓവറായി പോന്നു. അപ്പം അടുത്ത വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്താനായിട്ടുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അപ്പം 155 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു അറ്റംപ്റ്റും കൂടെ സിയിൽ നടത്താം. കാരണം ഇവിടെ RSI ഒക്കെ ഡൈവർജൻസ് ആവുന്നുണ്ട്. 145 ബ്രേക്ക് ചെയ്താൽ ഒരു അറ്റംപ്റ്റും കൂടെ നടത്താം. 33 10 43. അതിനു മുമ്പ് ഒരു സ്ട്രൈക്കും കൂടെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. 145 ബ്രേക്ക് ചെയ്ത് പോകണം. 145 150 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ താഴത്തോട്ട് ഫാളായാൽ വലിയ ഫാളായിരിക്കും. ഇത് തന്നെ നിൽക്കട്ടെ, സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. എന്തുകൊണ്ട് നമ്മൾ ഫെയിലായി പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റാണ്, ഫെയിലാവും. നമ്മൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ലോസ് വന്നാലും അത് റിക്കവർ ചെയ്യാനുള്ള വഴി ഇട്ടുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം. നമ്മളെപ്പോഴും എപ്പോഴും ഈ ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ പോലെ 15 മിനിറ്റ് 5 മിനിറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ 5 മിനിറ്റിലാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ സി ഹോൾഡാണ്. അതായത് ഈ ഒരു മടക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. അത് നേരെ ഈ ക്രോസ് ഇതിൽ താഴത്തോട്ട് പോകുന്നു. ഇത് അടുത്ത അറ്റംപ്റ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് റെഡിലേക്ക് ഒന്ന് കയറിയത്. ആദ്യം ഒന്ന് കയറാൻ പോയി നടന്നില്ല, രണ്ടാമത് കയറാൻ പോയി നടന്നില്ല, ഇപ്പം മൂന്നാമത് കയറിയിട്ടുണ്ട്. ഇതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഹയർ ടൈം ഫ്രെയിം ഒക്കെ ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്ന കാരണം ചെറിയ ചെറിയ പോയിന്റുകളാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, സിയിലേക്ക് 145 കോൺസെൻട്രേഷൻ ചെയ്താലും അല്ലെങ്കിൽ അതിന് താഴെ നിന്ന് കോൺസെൻട്രേഷൻ ചെയ്താലും RSI ഡൈവർജൻസ് ഇവിടെ ആയിട്ടുണ്ട്. 151 ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ 151 ബ്രേക്ക് ചെയ്താൽ 157 165 നമ്മൾ പറഞ്ഞ 182
ഈ ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം. അതിനിടക്ക് ഇവിടെ 10 പോയിന്റ് 160 എന്നുള്ള 10 പോയിന്റ് 150ലേക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിലും ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ 245 നിന്ന് 275 വരെ 30 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 10-20 പോയിന്റ് എടുത്താലും നമുക്ക് ലോസും കഴിഞ്ഞിട്ട് പ്രോഫിറ്റാണ്. ദെൻ ഇവിടെ 245 നിന്ന് എടുത്താലും 145 നിന്ന് എടുത്താലും മാർക്കറ്റ് 150ലാണ് നിൽക്കുന്നത്. 150 നിന്നാലും അത് ഈ 150 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ എഗെയിൻ 157 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഞാനത് 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 145 നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ 145 തന്നെ അല്ലെങ്കിൽ ഒരു 5 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഈ RSI അടുത്ത ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതർവൈസ് നമ്മുടെ ടാർഗറ്റ് 158 165 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ എത്രയാ 182 ആണ് ഫൈനൽ ടാർഗറ്റ്. ആ ഫൈനൽ ടാർഗറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 160 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫൈനൽ ടാർഗറ്റായ 182ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 145 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പറ്റി ആലോചിച്ചാൽ മതി. ഈ RSI എവിടെ പോയി ക്രോസ് ഓവർ ആവുന്നോ അവിടെ വരെയും നമുക്കിത് ഹോൾഡ് ചെയ്യാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയണത് ഈ പറഞ്ഞ പോലെ 158 ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായി മുകളിലോട്ട് പോയാലാണ് നമ്മൾ 182 നോക്കുന്നുള്ളൂ. ഇപ്പം ഇവിടെ 243 ഒരു സപ്പോർട്ട് പിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനായിട്ടാണ് കൂടുതലും മെജോറിറ്റി ചാൻസ് ഉള്ളത്. അതിനർത്ഥം ചിലപ്പോൾ ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ 5 മിനിറ്റിൻ്റെ ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ മാർക്കറ്റ് 162 ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി പിയിൽ എപ്പോഴാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 255 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ആ 255 ബ്രേക്ക് ചെയ്താൽ 260ലേക്കുള്ള 5 പോയിൻറ്റോ അല്ല അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തുള്ള മൂവ്മെൻറ്റും എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്തെ ലോസ് വീണ്ടും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നമ്മൾ 145 കയറി മാർക്കറ്റ് 152 വരെ പോയി. 145 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോന്നു. അപ്പോൾ താഴത്തോട്ട് പോന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റി, നമ്മളപ്പോഴും ഒരു പ്ലാൻ ബി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 255 ബ്രേക്ക് ചെയ്താൽ 260ലേക്കുള്ളൊരു പ്ലാൻ നമ്മളവിടെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് പോയാലും ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ കംപ്ലീറ്റ് ട്രേഡും എല്ലാ ട്രേഡും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ തിരിച്ചു പിടിക്കാനുള്ള ട്രേഡാണ്. 262 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 255 260 അപ്പോൾ 5 പോയിൻ്റ് 260 വീണ്ടും അതവിടെ അങ്ങ് ലോക്ക് ചെയ്തിട്ടേക്കുക. 260 ലോക്ക് ചെയ്തിട്ടേക്കുക. നമ്മൾ അപ്പുറത്ത് പോയ 5 പോയിൻ്റ് ഒന്നും പോയിട്ടില്ല. അത് 145 എടുത്തിട്ടുണ്ടെങ്കിൽ 144 അല്ലെങ്കിൽ 145 തന്നെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും അതിന് പകരം ഇപ്പുറത്ത് നമ്മൾ 255 ബ്രേക്ക് ചെയ്താൽ 260ലേക്കാണ് നമ്മൾ മൂവ്മെൻറ്റ് പറഞ്ഞത്. 5 പോയിൻ്റ് അവിടെ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, 260 ലോക്ക് ചെയ്തിടണം. അത് 260 ലോക്ക് ചെയ്തിട്ടാലോ അത് ഇനിയും പോകണമെങ്കിൽ പോട്ടെ. ഇവിടെ RSI 5 മിനിറ്റിൻ്റെ കയറിയിട്ട് വീണ്ടും റീക്രോസ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പക്ക കൺസോൾട്ടേഷൻ മാർക്കറ്റാണ്. കൺസോൾട്ടേഷൻ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള മൂവ്മെൻ്റാണ് ഇന്ന് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ എല്ലാ മേഖലയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചോ അതിനേക്കാൾ ഒരു പോയിൻ്റെങ്കിലും നമ്മൾ അപ്പുറത്ത് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കണം.
145 152 വരെ അത് പോയതാണ്. 7 പോയിൻ്റ് അത് പോയി. അത് കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻ്റോ കയറ്റി വെച്ചോ അടിച്ചു പൊക്കോട്ടെ. അടുത്തത് 255 മുതൽ 260 വരെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞത് 263 വരെ പോയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡ് എടുത്ത കംപ്ലീറ്റ് ട്രേഡും സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ട്രേഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻ്റോ കയറ്റി വെച്ചതോ. ആകെ ഹിറ്റ് ചെയ്തേക്കണത് സിയിൽ നമ്മൾ 160 നിന്ന് എടുത്ത 10 പോയിൻ്റ് മാത്രമാണ് വലിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ വലിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സിയിൽ അതിൻ്റെ ഇരട്ടി തിരിച്ചു പിടിച്ചിട്ട് ക്യാപിറ്റൽ ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് വരണതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇന്ന് ഓൾറെഡി നമ്മൾ രാവിലെ പറഞ്ഞതാണ് 2 RSI അനുകൂലവും 2 പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത് സൈഡിട്ടാണെന്നുള്ളൊരു ഡയറക്ഷൻ നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യൽ ഇന്ന് ഇത്തിരി കഷ്ടപ്പാടായിരുന്നു. ഇൻഡെക്സിലാണെങ്കിലും മാർക്കറ്റ് ഈ ഒരു ബോക്സ് ലെവലിൽ തന്നെയാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് പക്ക കൺസോൾട്ടേഷനാണ്. ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും ഒരു മൂവ്മെൻറ്റ് സിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. $290 നിൽക്കുകയാണ്. 270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 265 ഇപ്പോൾ നിൽക്കുന്നത്. 270 15 മിനിറ്റ്സിൽ RSI അനുകൂലമായിട്ട് 50% ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു മൂവ്മെൻറ്റ് 270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 295 310 മൂവ്മെൻറ്റ് മാത്രമാണ് സിയിലേക്കുള്ളൂ. പിയിലേക്കൊരു മൂവ്മെൻ്റ് ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആകെ കൺഫ്യൂഷനാണ് രാവിലെ തന്നെ. വല്ലാത്തൊരു കണ്ടീഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് 270 ബ്രേക്ക് ചെയ്താൽ 295 25 പോയിൻ്റേ ഉള്ളൂ. കാരണം RSI 15 മിനിറ്റ്സിൽ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രം. നമുക്ക് പിയിലേക്ക് തന്നെ ഫൈനലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടായിരിക്കും അടുത്ത പരിപാടി. അപ്പോൾ 265 ബ്രേക്ക് ചെയ്താൽ 282 ഉള്ള ഒരു ലോങ് ഹോൾഡിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ റീസൺ ഇപ്പോൾ കാണുന്നത് 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്യാൻഡിലിൽ ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ട് നിൽക്കുന്നത് 25,399 25,395 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 25,375 ഒരു SMA നിൽപ്പുണ്ട്. ആ SMA ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ട് ഈ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നു 9:15 9:45 10:15 1 മണിക്കൂർ 9:15 10:15 1 മണിക്കൂറിൻ്റെ ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ എഗെയിൻ ഡൗൺ സൈഡ് തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ. ബാക്കിയൊക്കെ തൊട്ടില്ല എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ബാക്കി 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ആണെങ്കിലും 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആണെങ്കിലും 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ആണെങ്കിലും ഒരു പിടി തരാത്ത ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം എല്ലാ RSI ഒരേ ഡയറക്ഷനിലൊക്കെ ഏകദേശമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടും. പക്ഷെ ഇന്ന് പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏത് സൈഡിട്ട് വേണമെങ്കിലും മാർക്കറ്റ് ഹോൾഡ് ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്.
മാക്സിമം ഇന്നത്തെ ട്രേഡ് സാധാരണ നമ്മളങ്ങനെ ട്രേഡ് എന്നാലും നമുക്ക് മൂവ് കിട്ടിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നല്ല മൂവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ലോട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാനുള്ള ഫണ്ടുള്ളവർക്കൊന്നും ക്വിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ള ഇഷ്യൂ മാത്രമേ ഉള്ളൂ. 265 ബ്രേക്ക് ചെയ്താൽ 2 ടാർഗറ്റുകളാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 286 ഫസ്റ്റ് ടാർഗറ്റ്, 310 സെക്കൻഡ് ടാർഗറ്റ്. അതേപോലെ തന്നെ സിയിലാണെന്നുണ്ടെങ്കിൽ ഫൈനൽ മൂവാണ് 151 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 156 151 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 157 162 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. *51 വരെ എന്തായാലും വരണം. 151 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 185 ഭാഗത്തേക്കായിരിക്കും മൂവ് ആവുന്നത്. ഇപ്പോൾ RSI ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. അടുത്ത ക്രോസ് ഓവർ പിയിലേക്ക് വരുന്നുണ്ട്, സിയിൽ അടുത്ത ക്രോസ് ഓവർ വരുന്നുണ്ട്. അതാണ് നമ്മൾ 151 52 എന്നുള്ള ലെവൽ വെച്ചേക്കുന്നതിൻ്റെ റീസൺ. ഈ ക്രോസ് ഓവർ ഈ മടക്ക് നിവർന്നങ്ങ് പോവുകയും വേണം. 151 152 ബ്രേക്ക് ചെയ്താൽ ഒരു 160 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അടുത്ത സ്ട്രഗിളിങ് ഏരിയയാണ്. അതേപോലെ പിയിൽ 244 ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങ് ഫാളായ മാർക്കറ്റ് താഴത്തോട്ട് വരും. ഇന്നത്തെ ദിവസം ബുദ്ധിപൂർവം ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് മാർക്കറ്റിലും ഏത് സിറ്റുവേഷനിലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റാവുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവൽ നമുക്കായി എന്ന് പറയാം. എന്താണ് 151 എന്നുള്ള ലെവല് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തതിൻ്റെ റീസൺ അതാണ്. $144.97 സപ്പോർട്ട് സോൺ. ആ 144.99 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന ഡൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എവിടെ പറഞ്ഞേ 256 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്തത്രയും സമയം നമുക്ക് സി തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം. പിയിൽ 256 ബ്രേക്ക് ചെയ്താൽ മാത്രം പിയിൽ അടുത്ത മൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്, ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കുകയില്ല. $151 $152 ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു W പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു ഡൗൺ, പിന്നെ ഒരു അപ്പ്, പിന്നെ ഒരു ഡൗൺ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനം 160 എത്തിയേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് 155 മുകളിലെങ്കിലും പോയേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. പക്ഷേ 144 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 140 ഫാളാവും. 144.97 താഴത്തോട്ട് മാർക്കറ്റ് വരാൻ പാടില്ല. ഈ ഒരു പാറ്റേൺ ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 160 ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പാറ്റേണിൻ്റെ പിൻബലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 148 എടുത്തു, 144 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ആ സ്റ്റോപ്പ് ലോസ് എവിടെ തിരിച്ചു പിടിക്കാം? 256 ബ്രേക്ക് ചെയ്താൽ 260 പിടിക്കാം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ തട്ടുകേടില്ലാതെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും.
ഇന്ന് മാക്സിമം കൺസോൾട്ടേഷൻ അടുപ്പിച്ചിട്ട് ഡി കെ വരുത്തുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഒന്നാമത്തെ കേസ് നാളെ ഹോളിഡേ ആണ്, മറ്റന്നാ എക്സ്പയറി ആണ്. അപ്പം ഇന്ന് മാക്സിമം ട്രേഡേഴ്സിൻ്റെ ഡി കെ അടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വലുതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് നമ്മൾ ഒന്ന് മൈൻഡിൽ വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതുള്ളൂ. ഇപ്പം 151 ഇപ്പം ഈ ഒരു പാറ്റേൺ ഫുൾഫിൽ ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി 236 പിയിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചത്. അടുത്ത ഒരു 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ ഈ 236 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡബ്ല്യു പാറ്റേൺ 160 വരെ എത്തും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഏരിയ 155 ബ്രേക്ക് ചെയ്ത 160 നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ 158 വരെ മാർക്കറ്റ് ആയിട്ടുണ്ട്. കാരണം ഫ്യൂച്ചർ ചാർട്ടിൻ്റെ 5 മിനിറ്റിൽ RSI ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ടുണ്ട്. ഈ 160 ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 185 മൂവ്മെൻറ്റ് നമ്മൾ രാവിലെ തൊട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് 182. ഈ 160 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്, 160 165 എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പിയിൽ 236 സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു 3 ക്യാൻഡിൽ കൂടുതൽ ഇവിടെ നിൽക്കാനായിട്ട് പിക്ക് പറ്റത്തില്ല. മാക്സിമം പോയ ഒരു 3 ക്യാൻഡിൽ. അതിന് മുമ്പ് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകണം. അപ്പം അത് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 214 വരെ അത് ഡൗൺ ആവും. 214 എന്ന് പറയുമ്പോൾ 20 പോയിൻ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ 160 നിന്ന് എവിടം വരെ പോകാം നമുക്ക് നോക്കാം, പോയി നോക്കാം. അത്രേ ഉള്ളൂ. ഇന്ന് കൺസോൾട്ടേഷൻ ടൈമിൽ ലോങ് ഹോൾഡിംഗ് ഒക്കെ ഒരു ഇത്തിരി പാടാണ്. ഇത് പി ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പിയിൽ RSI ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 155 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഒരു ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 155 നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടാർഗറ്റിലാണ് മാർക്കറ്റ് ഇന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണേ. കൺസോൾട്ടേഷൻ ടൈമിൽ ഒരു 10-30 പോയിൻ്റൊക്കെയാണ് മാക്സിമം കിട്ടത്തുള്ളൂ. 160 ഇത് വളരെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ 235 എന്നുള്ള ആ ഒരു ലെവല് ഒരു റിവേഴ്സ് ഏരിയ ആണ്. ഇവിടെ നിന്ന് താഴത്തോട്ട് 3 ക്യാൻഡിലിനുള്ളിൽ ഇവിടെ നിന്ന് താഴത്തോട്ട് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമാണ് മാർക്കറ്റ് കണ്ടിന്യൂഷൻ താഴത്തോട്ട് ഫാൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇനി അല്ലെങ്കിൽ ഒന്നെങ്കിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ ഫോം ആകുമ്പോൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഒരു 158 ബ്രേക്ക് ചെയ്താൽ 160 2 പോയിൻ്റ് എടുക്കാനായിട്ട് നോക്കുക. $158 വരെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് തീരുമാനിക്കുന്ന ഏരിയ ആണ്. ഇവിടെ 235 ഒരു റിവേഴ്സ് ഏരിയ ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞത്. ഇവിടെ RSI ക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ ഈ 235 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് PE 247 ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ 243 ഭാഗത്തേക്ക് റീടെസ്റ്റിന് വേണ്ടി പോകും. ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ എന്തായാലും ഇവിടെ സ്ട്രഗിൾ ആവും. അതിനുശേഷമാണ് മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഇപ്പം 158 ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, 160 159.70 159.90 161. നമ്മൾ പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 ക്യാൻഡിൽ, അതിനുശേഷം മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ
മെജോറിറ്റി ഉണ്ടാവാം എന്നാണ്. അടുത്ത ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ ലോവിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 214 ഫാളാവും. 214 ഫാളാവുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്? 181 മാർക്കറ്റ് മൂവ് ചെയ്യും. ഏകദേശം നമ്മളുടെ 160 എന്നുള്ള ലെവല് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത 2 ക്യാൻഡിൽ നോക്കിയിട്ടുള്ള ബ്രേക്ക് ഔട്ടിൽ ബാക്കി എടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി 162 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഹൈ ബ്രേക്ക് ചെയ്യണം. 160 ബ്രേക്ക് ചെയ്താലും 163 മൂവ്മെൻറ്റേ കിട്ടത്തുള്ളൂ. 163 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ അത് 5 മിനിറ്റിലേക്ക് മാറ്റാം. നമ്മൾ 5 മിനിറ്റിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ 2-3 അറ്റംപ്റ്റ് നടത്തി. ഇത് ഫൈനൽ അറ്റംപ്റ്റ് ആണ്. ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 182 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഈ RSI 5 മിനിറ്റിൽ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ സിയിൽ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് RSI ഒരു അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, മൂന്നാമത്തെ അറ്റംപ്റ്റ്, നാലാമത്തെ അറ്റംപ്റ്റിലാണ് RSI 5 മിനിറ്റിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ സ്റ്റോപ്പ് 160 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എടുത്തു, അതും ഹിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാലാമതെടുത്തതാണ് ഇപ്പോൾ 160 പാറ്റേൺ നമ്മുടെ 2 മിനിറ്റിൽ വന്ന് ക്ലിയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 182 പോയി നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് വേറെ വ്യൂ ഒന്നുമില്ല. ഒന്നെങ്കിൽ ഇത് 182 എത്തുക, അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 22 പോയിൻ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നമുക്ക് കിട്ടണം. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒറ്റയടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 182 പോകത്തില്ല. കാരണം നമുക്ക് എന്താണെന്ന് നോക്കാം. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ RSI കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ RSI പ്രീവിയസ് ഡേയുടെ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ വരുന്നത്. 30 മിനിറ്റിലാണെങ്കിലും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അതായത് 25,430 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നതുകൊണ്ടാണ് സിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടാത്തത്. ഇവിടെ പക്ക കൺസോൾട്ടേഷനാണ്. 1 മണിക്കൂറിൻ്റെ നോക്കിയാലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ താഴത്തോട്ട്, രണ്ടാമത്തെ 1 മണിക്കൂർ മുകളിലോട്ട്. അപ്പോൾ SMA ഇവിടെ താഴെ നിൽക്കുന്നുണ്ട്. RSI താഴത്തോട്ട് വന്നിട്ട് ഇപ്പോൾ ചെറിയൊരു മടക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് 10:15, 11:15, 12:15, 12:30 കഴിയാതെ ഒന്നും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ കൺസോൾട്ടേഷൻ സോൺ 25,430 എന്നുള്ള ലെവലിൽ 30 മിനിറ്റിലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് പോയി ഹിറ്റ് ചെയ്തേക്കണേ. ആദ്യത്തെ മൂവ്മെൻറ്റ് 25,442 പോയി ഹിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് അടുത്ത ക്യാൻഡിൽ ഒരു റിവേഴ്സ് വന്ന് നിൽക്കുന്നത്. 15 മിനിറ്റ്സിലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിൽ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ലെവൽ നോക്കുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടെ RSIയുടെ ഒരു ക്രോസ് ഓവർ 5 മിനിറ്റിൽ വരാതെ നമ്മൾ ഇനി എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട? പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട. കാരണം ഇവിടെ 217 എന്നുള്ള ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ലെവലിലേക്കാണ് നമ്മൾ വരച്ച ലൈനും 214 ആ ഒരു ഭാഗത്തേക്ക് കൺസോൾട്ടേഷൻ ചെയ്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് കയറി പോകത്തില്ല. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് കയറി പോകത്തുള്ളൂ. അതേപോലെ നമ്മൾ പറഞ്ഞ 4 സപ്പോർട്ട് ഏരിയ, ആ സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത്. ഈ RSI നമ്മൾ ഒരുപാട് നേരം കൊണ്ട് 5-ാമത്തെ അറ്റംപ്റ്റിലാണ് നമുക്ക് ഈ സിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയത്. ഈ RSI ക്രോസ് ഓവർ ആവാതെ, അതായത് 167 എന്നുള്ള ഒരു ലെവലിലെ പ്രീവിയസ് ഡേയിലെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണേ. ആ ഏരിയ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ്
നമ്മുടെ ഫൈനൽ ടാർഗറ്റായ 182ലേക്ക് എത്തുന്നത്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 182 ആണ്. രാവിലെ തൊട്ട് നമ്മൾ ഈ ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. നല്ല കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ 217 എന്നുള്ള ഒരു ലെവലിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആവാനായിട്ടുള്ള ശ്രമത്തിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 217 നമ്മളൊരു എന്താ പറഞ്ഞേ, താഴത്തോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഹിറ്റ് ചെയ്യാൻ വരാനായിട്ടുള്ളൊരു ഏരിയ 217 നമ്മൾ പറഞ്ഞത്. ആ 217 വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. 217 മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 171 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആ 171 പറയുമ്പോൾ നമ്മൾ 150 നിന്ന് 170 അല്ലെങ്കിൽ 160 നിന്ന് 170 ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 217 എഗെയിൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 205ലേക്കോ 197ലേക്കോ ഉള്ളൊരു ഫാളായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അല്ലെങ്കിൽ ഈ 217 എന്നുള്ള വൈറ്റ് ഡോട്ടിൽ 216 നമ്മളൊരു ബ്ലൂ ലൈൻ ഒരു സപ്പോർട്ട് സോണായിട്ട് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ RSI 5 മിനിറ്റ് ഒരു ക്രോസ് ഓവർ ആവുന്നുണ്ട്. ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അനദർ മൂവ്മെൻറ്റ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാൻഡിൽ റിവേഴ്സ് വന്ന് നിൽപ്പുണ്ട്. ഒരു 235 എന്നുള്ള ഒരു ക്യാൻഡിൽ പ്രൈസ് ഉള്ളത് റിവേഴ്സ് വന്ന് നിൽപ്പുണ്ട്. അപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 235, 36 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ കിട്ടാനായിട്ടുള്ള ചാൻസ് പിയിലുണ്ട്. നേരെ മറിച്ച് നമുക്കിനി എപ്പോഴാണ് അടുത്തൊരു മൂവ്മെൻറ്റ് സിയിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 165, 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അടുത്ത 182, 186 ഭാഗത്തേക്കുള്ള കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 225 താഴത്തോട്ട് മാർക്കറ്റ് വരാതിരിക്കുന്നിടത്തോളം കാലം നിലവിലുള്ള ഈ ക്യാൻഡലിൻ്റെ ഹൈ ചെന്ന് മുട്ടാൻ പോകുന്നത് 236 236 ഇതിൽ നിന്ന് ഹിറ്റ് ചെയ്യാനുള്ളത്. കാരണം ഇവിടെ ഒരു തിരിച്ചു വരാൻ ഞാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 216 വരെ വരും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ സൈഡിലേക്ക് മാർക്കറ്റ് പതുക്കെ വന്നതാണ്. അവിടെ ഹിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി. ആ റിവേഴ്സ് ഇനി മാർക്കറ്റ് ഒരു ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ 235, 236 ആണ്. അപ്പോൾ നമുക്കിനി 170 ബ്രേക്ക് ചെയ്താൽ മാത്രം 182ലേക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെറിയ പോയിന്റ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. RSI 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആവുന്നുണ്ട്. ആ മടക്കിൻ്റെ അനുസരിച്ചിട്ടാണ് മാർക്കറ്റ് 217 ഇന്ന് റീട്രേസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. പതുക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ നമ്മൾ പ്രോഫിറ്റിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിലവിലുള്ള ക്യാൻഡിൽ 228 അവിടെ ഒന്ന് സ്ട്രഗിൾ ആവും. 225 താഴത്തോട്ട് വന്നാൽ മാത്രം ഫാള്. ഇപ്പുറത്ത് 170 ബ്രേക്ക് ചെയ്താൽ മാത്രം അപ്പ്. ഇവിടെ കുറച്ച് ഫുൾഫില്ല് ചെയ്യാനായിട്ട് ബാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 30 നിന്നാണെങ്കിലും 5 പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അത് 35. ബ്ലൂ ലൈൻ മാറ്റിയില്ല. ബ്ലൂ ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ 236 236 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെ 242, 247 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ, ഇവിടെ ഒരു അലർട്ട്, അതിനനുസരിച്ചിട്ട് ഈ ഭാഗത്ത് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ കൺസോൾട്ടേഷൻ സോണിൽ 217 മാർക്കറ്റ് സപ്പോർട്ടായി മാർക്കറ്റ് മുകളിലോട്ട് കയറി. അപ്പോൾ ക്രോസ് ഓവർ ആവുന്നതിന് മുമ്പേ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടും. അതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇന്നലെ എങ്ങനെയാണോ മാർക്കറ്റ് മൂവ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയ്ക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. വലിയ മൂവ്മെൻ്റ് ഒന്നും രാവിലെ പ്രതീക്ഷിക്കേണ്ട. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 10-30 പോയിൻ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തൊട്ട് എയർലി സ്റ്റേജ് വരെ കിട്ടുമെന്നൊക്കെ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇന്നലെ ഇന്നലെ തൊട്ട് വരച്ചിട്ടിരിക്കുന്ന ബോക്സാണ്. മാർക്കറ്റ് ഈ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് പോയ ഈ റെഡ്, ആ റെഡിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്ന ഈ ഗ്രീൻ, ഈ കൺസോൾട്ടേഷൻ, ആ ലെവലിലൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സിയിൽ നമുക്ക് മാക്സിമം കിട്ടുകയും ചെയ്തു. പിയിലും കുറച്ച് പോയിന്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മളിഞ്ഞ് 165 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ മഞ്ഞ ലൈൻ മുട്ടിയിട്ടുണ്ട്, ഇപ്പുറത്ത് മഞ്ഞ ലൈൻ മുട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. RSI ക്രോസ് ഓവറായി. ഇനിയിപ്പോൾ ഇത് റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 235.90 വരെ പോയിട്ടുണ്ട്. നമ്മൾ 246.53 പറഞ്ഞിരിക്കണേ. പക്ഷേ 235.90 വരെ പോയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഹൈ ബ്രേക്ക് ചെയ്താൽ 241, 247 ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. ഇവിടെ SMA സിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് 165 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി എങ്ങോട്ട് 182 കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് റിവേഴ്സായിട്ട് മാർക്കറ്റ് വന്നത്. നമ്മൾ 5 പോയിന്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ, അതിനപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി 160, 65 കൂടെ ബ്രേക്ക് ചെയ്താൽ 60, 65 ഇത് രണ്ടിലേതെങ്കിലും 60 ബ്രേക്ക് ചെയ്താൽ 165 ചെറിയ മൂവ്മെൻറ്റ്. അപ്പോൾ അതായത് ഇത് 225 വന്ന് ടിപ്പടിക്കും. റീടെസ്റ്റാണ് ഇപ്പോൾ നടന്നേക്കണേ. അപ്പോൾ 65 പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SMA കൂടെ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 65 പറഞ്ഞത്. 60 അത്ര വലിയ എനിക്കൊരു കോൺഫിഡൻറ്റ് ലെവലല്ല. 65 ബ്രേക്ക് ചെയ്താൽ എന്തെങ്കിലും നമുക്കൊന്ന് ഉറപ്പിച്ച് 170, 182 നമുക്ക് പറയാം. ഇവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല പിയിൽ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. ആ SMA രണ്ടും ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുക. അപ്പോൾ 165 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 182 കാണാം. ഇവിടെ 236 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 247 കാണാം. അതുവരെ കുറച്ച് ചെറിയൊരു ബ്രേക്ക്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലാണ് 182. നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്നിട്ടാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് പറഞ്ഞത് 186 ആണ്. 186 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മാർക്കറ്റ് 200 അപ്പോൾ നമ്മൾ അതിനിടക്ക് പിയിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചത് 200 തൊട്ട് നമ്മളൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് 235 ഒരു 5 പോയിന്റ് പ്രതീക്ഷിച്ചു. അതെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സിയിലേക്ക് വന്നു. സിയിൽ നമ്മൾ 160 ബ്രേക്ക് ചെയ്ത് 165 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 182 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഏരിയ. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത മൂവ്മെൻറ്റിൽ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തൊട്ട് കാത്തിരുന്നു. RSIയുടെ ക്രോസ് ഓവറിൽ 5 തവണ അപ്ലൈ ചെയ്തു. 5 തവണ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ആ 5 തവണ സ്റ്റോപ്പ് ലോസ് അടിച്ചതും നമുക്ക് റിക്കവർ ചെയ്യാനും മേ ബി കൂടുതൽ പ്രോഫിറ്റബിളും നമുക്കായിട്ടുണ്ട്. ശേഷം ഫൈനൽ ടാർഗറ്റിൽ ഒരു 5 പോയിന്റ് ഇവിടെയും കിട്ടി. അത് കഴിഞ്ഞിട്ട് 160 ബ്രേക്ക് ചെയ്ത് 182 വീണ്ടും കിട്ടി. അപ്പോൾ ലോസും ഇല്ല, നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളും ആയിട്ടുണ്ട്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം, നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് ഇന്ന് പ്രോഫിറ്റബിളായിട്ടുള്ള ആളുകളുടെ സ്ക്രീൻഷോട്ടാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ അയച്ചു തരാറൊന്നുമില്ല. അയച്ചു തരുന്നവരുടെ ഞാനിവിടെ അപ്പോൾ അവർ ആ ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നത് ഞാനപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3-4 പേരെങ്കിൽ 3-4 പേര് ഡെയിലി ഒരു വ്യൂ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലോസ് റിക്കവർ ചെയ്ത ആൾക്കാരുണ്ട്.
അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ലോസ് റിക്കവർ ചെയ്ത ആളുകളുണ്ട്, പ്രോഫിറ്റ് നല്ല രീതിയിൽ ഏൺ ചെയ്ത ആളുകളൊക്കെ വരുന്നുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ചിലവർ സ്റ്റോപ്പ് ലോസ് ഇടില്ല, ഹോൾഡ് ചെയ്യും, അവസാനം ലോസിലേക്ക് പോകും, പിന്നെ അത് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് നിൽക്കണം. ഇപ്പം ഇന്നലെ 4000 രൂപ ലോസായിട്ട് അത് തിരിച്ച് 500 രൂപ പ്രോഫിറ്റിലേക്ക് ആക്കിയ ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസിന് എപ്പോഴും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഒരു നല്ല ട്രേഡർ ചെയ്യേണ്ട കാര്യം. പിന്നെ ആ സ്ക്രീൻഷോട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പബ്ലിസിറ്റി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കണ്ടെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.